നമസ്കാരം. ദീപാരിയ കളരിപ്പറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയിൽ ഇന്ന് എന്താ ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വാള് കൊണ്ട് പെടലിക്ക് വെട്ടിയാൽ എങ്ങനെയാണ് പിടിക്കുന്നത്. അത് 3 രീതിയിൽ പിടിച്ച് വാങ്ങിക്കാം. നമ്മൾ അവരെ കൊണ്ട് തന്നെ നിലത്ത് വാളിടിയിക്കാം. പിന്നെ ഒരെണ്ണം വാള് പിടിച്ച് മേടിച്ച് മുഖത്ത് അടിക്കും. മൂന്നാമത്തെ നമ്മൾ നേരെ പുറകെ പോയിട്ട് ഇടത് കൈ അവർ ഫ്രീ ആണ്, പെടലിക്ക് നമ്മുടെ പെടലിക്ക് വെട്ടാനത് ഈ വാള് തമ്മിൽ പിരിച്ചെടുക്കുക. എന്നുവെച്ചാൽ അത് ശത്രുവിനടുത്ത് മേടിച്ചെടുക്കാം. പിന്നെ അവിടെ പിടിച്ച് മുറുക്കിക്കൊണ്ട് നമുക്ക് കഴിക്കാം. പെട്ടെന്ന് ആയുധം മേടിച്ചെടുക്കണം. അവരുന്ന് ആയുധം മേടിച്ച് ചവിട്ടി പിടിക്കണം. നിലത്ത് പോയി ആയുധം ചവിട്ടി പിടിക്കണം. കുനിഞ്ഞെടുക്കാൻ വേണ്ടി സമ്മതിക്കരുത്. എന്ന് വെച്ചാൽ കുനിഞ്ഞെടുത്ത് വീണ്ടും ഇവർ വെട്ടാൻ പോകുന്നുണ്ട്. ആയുധം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചാടിക്കയറി വീണ്ടും ആയുധം എടുക്കാനുള്ള രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ആയുധം നിലത്ത് പോയാൽ ആയുധം ചവിട്ടി പിടിക്കണം. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. പെടലിക്ക് വെട്ടുന്ന ആയുധം കൊണ്ട് എറിയുന്നേ. പെടലിക്ക് വെട്ടാന്നത് എപ്പോഴും ഞാൻ എല്ലാം വടി കൊണ്ടും വാള് കൊണ്ടും ചെയ്യാന്നത് ഇതേപോലെ ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യമേ ആ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഇത് എങ്ങനെയാണെന്ന് നോക്കിക്കാം. അടിച്ച് എക്സ് ബ്ലോക്ക് നമുക്ക് നോക്കിയേ. ഇതിന് പറയാം കൂട്ടത്തടല എന്നാണ് പറയണത്. നമ്മൾ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നമ്മളിത് ഇവിടെ ഒറ്റക്കാലിൽ നിന്നൊരു കറങ്ങണം. അപ്പോൾ കൈ പിരിച്ചെടുക്കണം. എന്നിട്ട് ഇതേ മുഖത്ത് കൈ വെച്ച് മുഖത്തൊരടി വെച്ച് കൊടുക്കണം. വാൾ മേടിച്ചെടുക്കണം. അപ്പോൾ നോക്കണം, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഒരു തിരിവ് വന്നപ്പോൾ ആ കാല് ബാക്ക് വേണം, മുഖത്തൊരടി വെച്ചെടുക്കണം. റെഡി 1 എടുത്തിട്ട് അടിച്ചിട്ട് വാള മേടിച്ചു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. സ്ലോയിൽ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. കൈ പിടിച്ചാൽ കൈ തിരിയണം. നോക്കിയാൽ കയറി തണ്ടില്ല പിടിക്കണം. കയറി പിടിക്കണം. ആയുധത്തിന് നീളമുള്ള ആയുധത്തിന് കയറി പിടിക്കണം. പിടിച്ചിട്ട് ഇത് ഇവിടുന്ന് ഈ കാല് ഈ ആയുധം വെച്ച് വെട്ടിക്കാം. അവരുടെ ശരീരത്തിനെ മുറിപ്പിക്കാം. ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പിടിച്ചാൽ വിടരുത്. ആയുധമൊക്കെ ഇരിക്കണം. മുഖത്തൊരടി വെച്ചെടുക്കണം. അടി വെച്ചിട്ട് മുഖത്തടി കൊള്ളാന്നത് കയ്യിൽ നിന്ന് ആയുധം മേടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് സ്ലോലി നിങ്ങൾ തിരിയണയൊക്കെ നോക്കണം. റെഡി 1 ബ്ലോക്ക്. തിരിഞ്ഞ് വലിഞ്ഞ് നിൽക്കണം. ഇതേണ്ട കാലിന് വലിവിട്ട് നിൽക്കണം. ഇത് അടിക്കാതെ ആയുധം മേടിച്ചെടുക്കണം. രണ്ടാമത് ആയുധം വെപ്പിക്കുക. പക്ഷെ അവരെ കൊണ്ട് തന്നെ ആയുധം കളയിപ്പിക്കുക. നോക്കണം. റെഡി 1 സെയിം ആ ലോക്ക് തന്നെ എടുത്തിട്ട് തിരിഞ്ഞ് ഇച്ചിരി പുറവ് നിൽക്കണം. പുറവ് നിന്നിട്ട് കളയിക്കുക. ഈ കൈ കൊണ്ട് തന്നെ കളയിക്കുക. നോക്കണം. ആയുധം പിടിച്ചിരിക്കുകയല്ലേ. തിരിഞ്ഞ് വന്നിട്ട് ഇവിടം കൊണ്ട് തന്നെ കളയിക്കുക. എന്നിട്ട് നോക്കണം. പിടിച്ച സ്ഥലം പിരിച്ചാൽ മതി. റെഡി 1 പിടിച്ച് കൈ ഒന്ന് ശ്രദ്ധിക്കണം. വിടരുത്. ആദ്യം പിടിച്ചോണേ. ഈ തണ്ട് പിരിച്ചോളാം. ഒന്നുകൂടെ. റെഡി. ഞാൻ പറയാതെ ആയുധം താഴെ കളയത്. റെഡി. ആയുധം മുറുക്കി പിടിച്ചോ. ഇത് കൈ വേദനിക്കാൻ നേരത്താണ്. ഇതണ്ട ഇവിടുന്ന് കുഴ മാറി മുറുക്കി പിടിച്ചേ. ഈ സാധനം ഈ കുഴ തിരിഞ്ഞു പോകും. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. നോക്കണം. നമ്മൾ ഇതിങ്ങനെ തിരിച്ചോളാം. ഓക്കെ. ഒന്നുകൂടെ അത് കാണിച്ചു തരാം. ഒന്നുകൂടെ കൈ തണ്ടത് ക്ലിയർ ചെയ്യണേ. റെഡി. ഇരിഞ്ഞിട്ട് ബാക്ക് വേണ്ട. കൈ തിരിക്കുക. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും അറ്റാക്ക്. ഞാൻ പറയാം നമ്മുടെ കാല് വെച്ച് അടിക്കാം. ഉപ്പിട്ട് അടിക്കാം. എങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. കാല് ചവിട്ടി ഓടിക്കാം. ഒരുപാട് കാര്യം ചെയ്യാം. അപ്പോൾ ഈ ആയുധം മേടിച്ചെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യബോധം. അടുത്തത് മൂന്നാമത്തെ പുറവ് പോകണം. നേരെ പുറവ് പോയിട്ട് ഉച്ചയ്ക്കൊരു അടി വെച്ച് കൊടുക്കണം. ഇതേ വലി എന്നിട്ട് നോക്കണം. ഞാൻ ഇത് ചെയ്യണം. ശ്രദ്ധിക്കണം. ഞാൻ ഉച്ചയ്ക്ക് അടിച്ചാൽ ക്യാച്ച് ചെയ്യണം. റെഡി 1 ബ്ലോക്ക് ചെയ്ത് ബാക്ക് വന്നിട്ട് അടിച്ചു പിടിക്കുക. ഇവിടെ നിന്ന് കൊണ്ടത്തരിയുണ്ട്. അടിക്കുക, കയറി പിടിക്കുക. ഇനി അഥവാ മുടി ഇല്ലെന്ന് വിചാരിച്ചോ, ഞാൻ മുഖത്തടിച്ചിട്ട് കണ്ണിനായിട്ട് പിടിക്കണം. അത് ശ്രദ്ധിക്കാം. ഇവിടെ തന്നെ 1 ബ്ലോക്ക്. കണ്ട വലിച്ച് നമുക്ക് ആളെ നിലത്ത് കളയാം. നിലത്ത് വീഴും. ആയുധത്തിൻ്റെ പുറത്ത് ആളെ ഉരുട്ടിയിടാം. അപ്പോൾ നിങ്ങളിത് പെട്ടെന്ന് ഇത് ചെയ്യണ ആദ്യമേ പഠിക്കാൻ ഇത് ആയുധമാണ്, വാളാണ്. വാൾ പെടലിക്ക് കയറരുത്.
അത് പാളി കയറും, ഷോൾഡറിന് കയറും. എപ്പോഴും നോക്കിയേ ആയുധം വെട്ടിക്ക് കയറി പിടിച്ചാൽ വിടരുത്. അപ്പോൾ എപ്പോഴും നോക്കണം. റെഡി 1 നോക്കിയേ വെട്ടിക്ക് എപ്പോഴും ആയുധമായിട്ട് വരാത്ത മാക്സിമം പിടിച്ച് ഇങ്ങനെ കയറാള്. അപ്പം അത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും ആയുധമായിട്ട് ഇങ്ങനെ നേരെ വെട്ടിക്ക് ഇങ്ങനെ കയറരുത്, തെറ്റാണ്. രണ്ടാമത്തെ ആൾ ചെയ്യേണ്ട ഇങ്ങോട്ടേ മാറാൾ, പിന്നെ എടുത്ത് വെട്ടിക്ക് ഇങ്ങോട്ടേ മാറാൾ. മാറുന്നതിൻ്റെ ഒപ്പം തന്നെ നോക്കണം വെട്ടിക്ക് ഇത് വേണ്ട, ഇത് അറ്റാക്ക് ഒറ്റടിയാണ്. ഇവിടുന്ന് ഞാൻ പ്രത്യേകം നിർന്ന് ഈ എൽബോ ചെയ്തിട്ടുണ്ട്. ഈ എൽബോ തന്നെ ഇവിടെ ചെയ്യേണ്ടത്. റെഡി 1 അറ്റാക്ക്. അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത്. പിടിക്കാൻ പറ്റില്ല, അതിനകത്തെ കയറി പിടിക്കാൻ പേടിയുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും അടിക്കാൻ തരുത്. ആയുധ അത് ശ്രദ്ധിച്ചോണം. എപ്പോഴും വലത് കൈയാണെങ്കിൽ നമ്മുടെ ഇടത് വശത്തേക്ക് മാറി ആയുധം പിടിക്കാൾ. ഇനി നോക്കിയാൽ ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം. ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. 3 അടി വെട്ടിക്ക് അടി 1 മാറി ഒരടി. രണ്ടാമത് വെപ്പിക്കുക. മൂന്നാമത് അടി 1 നോക്കരുത്, അടിച്ച് അല്ലത്. മുടിയെ പിടുത്തം കണ്ടല്ല, നെറ്റിക്കുന്നേ പിടിക്കാൾ, ഉച്ചിയിൽ നിന്ന് പിടിക്കരുത്, നല്ല പെടല് ബാക്കിലേക്ക് വളയത്തുള്ളൂ. അപ്പോൾ അത് ഓർത്താണ്. അടിച്ച് ക്യാച്ച് ചെയ്യുക. ഇത് മാത്രം വലിച്ച് നമ്മൾ അടിക്കുക, അടിച്ചിട്ട് വലിതാണ്. അപ്പം ഇത് വടി ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു കനം കുറഞ്ഞ ഈറ വടി വെച്ച് ഈറക്കടി കൊണ്ട് വേദനിക്കത്തില്ല. ഈ വാളിൻ്റെ നീളത്തിൽ വെട്ടിയെടുത്ത് ആയുധമാക്കി അടിച്ചടിച്ച് നോക്കണം. ഇവിടുത്തെ റെഡിയാകുന്നുണ്ടോ? ഇവിടുത്തെ. എന്നിട്ട് ഇച്ചിരി ചൂരൽ, കനമുള്ളൊരു ചൂരൽ കഷ്ണം മുറിച്ചെടുത്ത് ചെയ്ത് നോക്കണം. 3-ാം ഘട്ടമേ മൂർച്ചയില്ലാത്ത ആയുധം, മൂർച്ച വെക്കരുത്, മൂർച്ചയില്ലാത്ത ആയുധം വെച്ച് വെട്ടിക്ക് ബ്ലോക്ക് പിടിച്ച് നോക്കണം. പിടിച്ചാൽ വിടരുത്. അങ്ങനെ പഠിക്കാൾ. അല്ലാതെ ആദ്യമേ കിട്ടുക പഠിക്കുക, ആയുധം എടുത്ത് പാളി മുഖത്ത് കയറിയ അല്ലെങ്കിൽ പെടലിൽ കയറിയ ഇവിടെ കയറിയ റിപ്പർ ഒരു സെൻറ്റിമീറ്റർ വേണ്ട, അതൊക്കെ മുമ്പ് മരണം സംഭവിക്കും. പെടലിൽ കയറിയ ചിലപ്പോൾ മുഖത്തൊക്കെ വെട്ടിയാൽ, ഷോൾഡർ വെട്ടിയാൽ ചിലപ്പോൾ മരിക്കത്തില്ല. അപ്പോൾ അത് നോക്കണം. നമ്മൾ ആവശ്യമില്ലാതെ ഒരാൾ ആയുധമായിട്ട് വന്ന് പിടിച്ച് വായിച്ചിട്ട് നല്ലപോലെ ക്രൂരമായി നമുക്ക് മർദ്ദിക്കാൻ പറയുന്നുണ്ട്. എങ്ങനെ എന്നെ കൊല്ലാനല്ലേ ആയുധമായിട്ട് വന്നിരിക്കുന്നത്, പിന്നെ എനിക്ക് അവരെ തിരിച്ചടിച്ചാൽ എന്താ അന്ന് നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് അന്നേരം ബാക്കിൽ പോയി മുടിക്ക് കുത്തി പിടിച്ച് വലിച്ച് താഴെയാക്കി ഇടണ കൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മളവിടെ ഒരാളെ ശത്രുവിനെ സിമ്പിളായിട്ട് കാണരുത്, ആയുധമായിട്ട് നിൽക്കുന്ന ആളെ. അത്ര ഗൗരവത്തിൽ അത് ചെയ്യാവുള്ളൂ. ഒന്നുകൂടെ ഞാനത് പഠിക്കേണ്ട രീതി എങ്ങനെയാണ്, കാല് കയറ്റി വെച്ച് എങ്ങനെ പിടിക്കുന്നത്. എക്സ് ബ്ലോക്ക് ചെയ്യാനത് ഇവിടെ ചെയ്യരുത്. ബ്ലോക്ക് ഞാനെന്ന് പറയും. ഇത് കയറി പിടിക്കണം, കയറി പിടിച്ചിട്ട് എഴുതണം, ക്യാച്ച് ചെയ്യണം. ശ്രദ്ധിച്ചോ. എടി 1 അതെ കണ്ടോ, പിടിച്ച് ഒന്നുകൂടാ. എടി 1 പിടിച്ച്. എന്നിട്ട് എടി 1 ഈ കാല് ഇത് കണ്ടോ ഒറ്റക്കറക്ക് വലിച്ച് പുറവ് വെക്കണം, മുഖത്തൊരടി വെച്ച് കൊടുക്കണം. അങ്ങനെ നിരന്തരം ചെയ്യണം. എടി 1 ബ്ലോക്ക് ചെയ്തിട്ട് വലിച്ച് ഇത് പിരിച്ചെടുക്കണം, മുഖത്തടിക്കണം. മൂന്നാമത്തെ എടി 1 ബാക്ക് ഇത് പിടിക്കണം. അത് 2-3 പ്രാവശ്യം ഒരു വടിയെടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇവിടെ 1 തിരിച്ച് ഈ കൈ നിൽക്കണണ്ട അങ്ങനെ ചെയ്യണം. നാലാമത്തെ എടി 1 പുറവ് പോയി തിരികെയും ഒരടി ഈ കൈ മടക്കി വെക്കണം. നോക്കണം ഇവിടെ തിരിഞ്ഞ് വരിക, ഈ കൈ മടക്കണം, മടക്കിയിട്ട് ഇത് പിടിക്കാൾ, ഇത് മേൽപോട്ട് വെച്ചിട്ട് പിടിക്കാൾ. അതൊക്കെ ശ്രദ്ധിക്കണം. ഓരോ കാര്യം ചെയ്യും തോറും കൃത്യതയില്ലെങ്കിൽ ശത്രു ഒതറി നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷോട്ട് പോകും. നമ്മൾ ചെയ്യാൻ നേരത്ത് നോക്കണം. അടിച്ചേ ഇത് മടക്കും, ഈ കൈ മടക്കി മടക്കിയിട്ട് ഇവിടെ പിടിക്കാത്തത് ഇത് മടക്കും, ഇവിടെ പിടിക്കാത്ത ഓട്ടോമാറ്റിക്കായിട്ട് കൈ മടങ്ങും. അങ്ങനെ കൈ മടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം ഉണ്ടാകത്തില്ല ഒതറാൻ. അങ്ങനെയാണ് നമ്മൾ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അത് മുഖത്തടി കൊള്ളുന്ന എവിടെയാണെന്ന് നോക്കിയാൽ ഇത് കാലിൻ്റെ ഈ വശമാണ്, ഇവിടെ അടി കൊള്ളിക്കണം. ഇത് തന്നെയാണ് നമ്മൾ മുഖത്തടിക്കുന്ന
കൃത്യമായിട്ട് ഈ അലൈൻമെൻറ്റ് ഇത് ഇവിടെ തന്നെ കണ്ണാടിക്കാലം എന്നൊക്കെ പറയും, അവിടെ തന്നെ കാല് കറക്കി കൈക്കടി എന്നൊക്കെ പറയും. അപ്പോൾ അതങ്ങ് കൃത്യ സ്ഥലത്ത് ചെല്ലണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, വീഡിയോ കോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എഴുതി ചോദിക്കാം. സംശയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മനുഷ്യനാണ്, സംശയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സംശയം ചോദിക്കണമെന്നാണ് പറയണം. ഒരു അഭ്യാസി ഒരാശാനത്ത് പഠിക്കാനത് വെറുതെ അത് എന്തിനാണ് ആശാനെ ഞാൻ ഇത് ചെയ്യണത്, ഞാൻ ചെയ്ത ഇങ്ങനെ മറ്റേ കൈ ഫ്രീ അല്ലേ, ആ കാല് ഫ്രീ അല്ലേ, ഇങ്ങനെ ചെയ്താൽ എനിക്ക് അവനെ പിടിച്ചിടാൻ പറ്റുമോ, ഇതൊക്കെ സംശയമാണ്, ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ ആശാൻ അത് കൂടെ കണ്ടിട്ട് ആശാൻ പഠിപ്പിക്കാൻ നിൽക്കാനുള്ള ഒരു കുട്ടിയുടെ. അപ്പോൾ അങ്ങനെയാണ് കളരി പഠിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.